ഹലോ, എല്ലാവർക്കും ഓപ്പൺ മൈക്കിൻ്റെ ഒരു ഇലക്ഷൻ ടോക്കിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു ഇലക്ഷൻ നടക്കാൻ പോവാണല്ലോ. ഏപ്രിൽ 9-നാണ് തിരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് ഒരു മാസത്തെ ഇടവേള ഉണ്ട് ഫലം പ്രഖ്യാപിക്കാൻ. എന്താ അറിയില്ല എന്തുകൊണ്ട് ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ വരുന്നതെന്നുള്ളത്. മൊത്തത്തിലൊരു ഗെയിമാണല്ലോ ഇന്ത്യയിൽ ഒട്ടാകെ ഇലക്ഷനൊക്കെ നിലവിൽ. എനിവേ, നമ്മൾ ഈ സമയത്ത് ഞങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇലക്ഷൻ കാലത്ത് 2 തവണ 2 സ്ഥാനാർത്ഥികളെ 2 പ്രചരണത്തിൽ നിന്ന് തടയുകയുണ്ടായി. ഒന്ന്, ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി റഷീദ് എന്ന് പറയുന്ന ആളെ ഒരു സ്ഥലത്തെ പ്രവർത്തകർ തടയുകയുണ്ടായി. അതുപോലെ തന്നെ അത് LDFൻ്റെ പ്രവർത്തകരായിരുന്നു, ഓഫ് കോഴ്സ്, കാരണം ധർമ്മടാണ്. പിന്നീട് രമേശ് പിഷാരടിനെ പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത്, പാലക്കാട് മണ്ഡലത്തിലൊരു സ്ഥലത്ത് പ്രചരണത്തിന് പോകുമ്പോൾ BJP പ്രവർത്തകരും തടയുകയുണ്ടായി. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു 2 വില്ലേജുകളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിപ്രസരം മൂലം ഉണ്ടാക്കുന്ന പാർട്ടി വില്ലേജുകൾ, പാർട്ടി ഗ്രാമങ്ങൾ എന്ന അർത്ഥത്തിൽ കാണാം. ഓക്കെ, ഇനി നമുക്ക് പുതുപ്പള്ളിയിലേക്ക് വരാം. 50 കൊല്ലത്തിന് മേലെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ മണ്ഡലം ഭരിക്കേണ്ടായി. 50 കൊല്ലം അവിടെ MLA മൂപ്പരായിരുന്നു, 10 ടൈമിലധികം. ആ ഒരു സ്ഥലത്ത് എപ്പോഴെങ്കിലും വേറെ ഒരു പാർട്ടിക്കാർ പ്രചരണത്തിന് വരുമ്പോൾ തടയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നൊരു സംവിധാനം ഉള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും ലീഗോ കോൺഗ്രസോ ഏതെങ്കിലും UDF അനുകൂലമായി നിലവിൽ നിൽക്കുന്ന പാർട്ടികൾ നിൽക്കുന്നിടത്ത് അങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇല്ലല്ലോ. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. അതായത് ചില പാർട്ടികൾ ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടി പെരുമാറുന്നുണ്ട്, എന്നാൽ വേറൊരു പക്ഷത്ത് നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാനേ സാധിക്കുന്നില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ LDF സർക്കാർ മുമ്പൊക്കെ ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നു, നുണ പറയുന്നവരെ തിരിച്ചറിയുക. KPSC ലളിതയായിരുന്നു അന്ന് അതിൽ അഭിനയിച്ച്. എനിക്കിപ്പോഴും നിങ്ങളോട് അതാണ് പറയാനുള്ളത്, നുണ പറയുന്നവരെ തിരിച്ചറിയുക. 18 മാസം UDFൻ്റെ ഭരണകാലത്ത് പെൻഷൻ തടഞ്ഞു വെച്ചു എന്നുള്ളൊരു നുണപ്രചാരം നടന്നു, അത് പൊളിഞ്ഞു കഴിഞ്ഞു. അതുപോലെ UDFൻ്റെ കാലത്ത് വീടുകൾ ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറയുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് ആ കണക്ക് സ്ട്രിക്റ്റ് ആയെന്ന് വെച്ചാൽ, UDF ഭരണകാലത്ത് പല വകുപ്പുകൾക്ക് കീഴിലായിക്കൊണ്ടായിരുന്നു വീടുകൾ ഉണ്ടാക്കി കൊടുത്ത്. ഏകദേശം 5 കൊല്ലം കൊണ്ട്, ഈ 10 കൊല്ലം കൊണ്ട് ഇവരുണ്ടാക്കിയതിലും അധികം വീടുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് യഥാർത്ഥ കണക്കുകൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു സംഗതിയും പൊളിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അടുത്ത പരിപാടി വർഗീയതയാണ്. എല്ലാ കാലത്തും LDF പ്രചരണം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കൊണ്ടുവന്നു അറിയാലോ, മുമ്പ് സരിത, സ്വപ്ന, അങ്ങനെ ആരെങ്കിലും ഇപ്രാവശ്യം എന്തോ അത് കാണുന്നില്ല. എന്നാലും ചെറിയ 1-2 സംഭവങ്ങൾ ഈ ഷാഫി പറമ്പിലിൻ്റെ ജനപ്രീതി കണ്ടിട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എല്ലാം എടുത്തിട്ട് ചവറ്റുകൊട്ടയിലിടുകയുണ്ടായി. അപ്പോൾ അതിലപ്പുറം അങ്ങനെ ഒരു സംഭവം ഈ പ്രാവശ്യം കാണുന്നില്ല, വലിയ സന്തോഷം. പക്ഷേ ഈ പ്രാവശ്യം വർഗീയതയാണ് മോഡലായിട്ട് എടുക്കുന്നത്. പേരാമ്പ്ര ഫാത്തിമ തഹ്ലിയയുടെ പ്രചരണവും കാര്യങ്ങളൊക്കെ ഒന്ന് ശക്തമായി വന്ന സമയത്ത് 10 കൊല്ലം ഭരിച്ചിട്ട് ഞങ്ങൾ ഇന്ന വികസനം ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് പകരം ആ കുട്ടിക്കെതിരെ വർഗീയത ആരോപിച്ചുകൊണ്ടാണ് വോട്ട് നേടാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സൈബർ ഇടത്തിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും രാഹുൽ ഗാന്ധി, VD സതീശൻ പോലുള്ള ആളുകൾക്ക് പൊട്ടു തൊടിയിച്ചിട്ട് അവർ പ്രോ ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർത്തിട്ട് മുസ്ലിങ്ങളെ പ്രൊവോക്കാക്കിയിട്ട് വോട്ട് നേടാന്നുള്ളൊരു സ്ട്രാറ്റജി വേറെ പറ്റുന്നു. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാരുള്ള സംസ്ഥാനം, ഇവരെന്താണ് മനസ്സിലാക്കണേ? എന്തെങ്കിലുമൊക്കെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ മലയാളിയാണല്ലോ, അതിൻ്റെ ഒരു വിവരവും വിദ്യാഭ്യാസവും മെച്യൂരിറ്റിയും മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സത്യം പറയാലോ, വർഗീയതയും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ പൂട്ടിയിടുന്നവരെ നമ്മൾ തിരിച്ചറിയണം. എപ്പോഴും വികസനം ചർച്ചയാവണം. തിരഞ്ഞെടുപ്പ് എന്തിനാണ്? ഒരു നാടിൻ്റെ അതോറിറ്റി അവരെ ഏൽപ്പിക്കുകയാണ് നമ്മൾ. ഒരിക്കലും ഒരു രാജാക്കന്മാരൊന്നുമല്ല. നമ്മൾ 5 വർഷത്തേക്ക് അതോറിറ്റി ഏത് വിഭാഗമായാലും നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ്. അവർ നാടിന് വേണ്ടി നമ്മൾ മൊത്തം എല്ലാവരും ടാക്സ് കൊടുക്കുകയാണ്. എനിക്കൊക്കെ മുമ്പ് തോന്നലുണ്ടായിരുന്നു, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കിട്ടണം. ഒരിക്കലും അങ്ങനെയല്ല, ഫ്രീ അല്ല ഇത്. നമ്മൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ പേ ചെയ്യുന്ന ടാക്സ് എടുത്തിട്ട് നമ്മളെ ചിലവിലാണ് അവർ ജീവിക്കുന്നത്. ശരിക്കും സാലറിയൊക്കെ നമ്മളാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ നാടിനെ സെർവ് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിക്കുക, ഈ ഫണ്ടുകളൊക്കെ സമാഹരിച്ച് ഈ സാമ്പത്തിക വിതരണം കൃത്യമാക്കുക, പൈസ ഉള്ളവരെ ഇല്ലാത്തവരെ ഇടയിൽ അന്തരം കുറയ്ക്കുക, നല്ല രീതിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ വർഗീയതയും മറ്റു കാര്യങ്ങളും ചർച്ചയാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് വിദ്യാസമ്പന്നരായ സമൂഹം നിലക്ക് നമ്മൾ ചെയ്യാനുള്ളത്. ഇതിൽ മറ്റൊരു നുണപ്രചാരണമായിരുന്നു പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലുണ്ടായിരുന്നത്. ഇലക്ട്രിസിറ്റി 10 കൊല്ലം മുടങ്ങിയിട്ടില്ല. പല തവണകളായിട്ട് ലോഡ് ഷെഡിങ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, കറണ്ട് പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞ ആളുകൾ ഇത് മറന്നു പോകുന്നുള്ള മൈൻഡാണോ എന്ന് എനിക്കറിയില്ല. പല രീതിയിലാണ് ഇതിനെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നുണകൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ടാണ് 10 കൊല്ലം ഭരിച്ചൊരു സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കൊന്നും പറയാനല്ല, 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു വലിയ പ്രൊജക്റ്റ് ഇല്ല,
ഒന്നുമില്ല. UDF കാലത്ത് തുടർന്ന് വന്നതല്ലാതെ വലിയൊരു പ്രൊജക്റ്റ് പറയാൻ പറഞ്ഞിട്ട് ഞാൻ പല എൻ്റെ സുഹൃത്തുക്കളെയും ചോദിച്ചു, അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റ് പറയും. ഒരു പ്രൊജക്റ്റ് പോലും ആർക്കും പറയാനില്ല. ഈ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. അതായത് ഒരു വശത്ത് UDFും അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടികളും നിൽക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് LDF ഉണ്ട്. LDFിൻ്റെ കൂടെ മെറ്റ പോലും ഉണ്ട്. അതായത് മെറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ കമ്പനി. കാരണം VD സതീശൻ്റെ ഒരു വീഡിയോ റിമൂവ് ചെയ്യേണ്ടായി, ഒരു ഇൻ്റർവ്യൂ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, UDFിന് അനുകൂലമായിട്ട് പോസ്റ്റുകളിലും പലതും റീച്ചാത്തൊരു പ്രശ്നം നേരിടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒരു വശത്ത് നിൽക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മളെ നാട്ടിൽ നീതിപൂർവ്വം പെരുമാറേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു പേപ്പർ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് അതിൽ വരികയാണ്. എത്ര ഗുരുതരമായ പ്രശ്നമാണ് ഇത്. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് വോട്ട് ചെയ്യുക? നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇവർ നീതിയുക്തമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നുള്ള പ്രതീക്ഷയിലല്ലേ? അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഒരു പേപ്പർ വരുന്ന സമയത്ത്, ഒരു സർക്കുലർ വരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി? അപ്പോൾ ഒരു വശത്ത് മറ്റേ പോലുള്ള സംവിധാനങ്ങൾ BJP LDF ഒക്കെ നിന്നിട്ട് ഒരു പ്രത്യേക തരം സാമ്പാർ ഇലക്ഷനാണ് ഇപ്രാവശ്യം നടക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ അടിയറയിൽ നടക്കുന്നുണ്ട്. കാരണം ഒരു മാസത്തെ ഗ്യാപ്പ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വോട്ടെണ്ണാനുണ്ട്. എന്തൊക്കെയോ അതുപോലെ ആത്മവിശ്വാസത്തോടു കൂടി BJPക്കാർ വന്നിട്ട് പറയുന്നു ഞങ്ങൾ 80 സീറ്റ് പിടിക്കും, രാജീവ് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയാവും. അങ്ങനെ പറയുന്ന സമയത്ത് എന്തോ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യാം. എനിവേ നമുക്കറിയില്ല, കൃത്യമായിട്ട് അടയാളങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ പറയണ്ട. അപ്പോൾ മറ്റൊരു ഇലക്ഷനിലുള്ള ടീം തന്നെ BJP ആണ്. അവരുടെ മുദ്രാവാക്യം ഇനി മാറാത്തത് മാറുന്നുള്ളതാണ്. അത് നാറാത്തത് നാറുന്നു മാറ്റി വായിച്ചിട്ട് അവരെ മാറ്റി നിർത്താൻ കേരളീയ ജനതയ്ക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇതിലും വലിയൊരു തോറ്റ ജനത വേറല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും സംസ്ഥാനങ്ങളും കേന്ദ്രവും ഭരിച്ചിട്ട് നല്ലൊരു മാതൃക അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ നമുക്കില്ല. അങ്ങനെയുള്ളൊരു വിഭാഗത്തിന് കേവലം വർഗീയത മാത്രം പറയാം. B. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മണ്ഡലത്തിലൊക്കെ പറയുന്ന വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളെ നിയമ സംവിധാനങ്ങൾ ഇതിനെ നോക്കുകുത്തിയായി നിൽക്കണമെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ഇത്ര വലിയ വർഗീയത പറഞ്ഞിട്ട് അയാൾ വർഗീയ ധ്രുവീകരണം നടത്തിയിട്ട് അയാൾ ഇപ്പോഴും വളരെയധികം ഉഷാറായിട്ട് അവിടെ പ്രചരണം നടത്തുകയാണ്. എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്കെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള BJPയെ നമ്മൾ വോട്ട് കൊടുത്തിട്ട് നമ്മളെ നാടിനെ സ്വയം നശിപ്പിക്കാൻ തീരുമാനമെടുത്ത് എനിക്ക് അതിലൊന്നും പറയാനില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ഗാസിയാബാദിൽ ഒരു പിഞ്ച് പൈതലിനെ പീഡിപ്പിച്ചു എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ആ പീഡിപ്പിച്ച ആൾ വന്നിട്ട് അവിടെ ഉണ്ട് കുട്ടി വടപ്പം എടുത്തു ആക്രോശിക്കുകയാണ്. ആരാണ് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെ സിസ്റ്റം ഇത്രത്തോളം തകരുന്നത്? നമ്മളെ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയെന്ന് ടാക്സ് അടിച്ച് തിന്നാൻ കൊടുത്ത് പോറ്റുന്ന ഭരണകൂടങ്ങൾ നമ്മളെ നാട്ടിലെ നീതി നിർവ്വഹണ സംവിധാനത്തോടും ബാക്കിയുള്ള കാര്യങ്ങളും കൃത്യമായി കൊണ്ടുനടക്കാൻ കഴിയുന്ന എന്തൊരു പരാജയമാണ്. ഇവർ തരുന്ന അജണ്ടകളിൽ നമ്മൾ വീണു പോകാന്നുള്ള വലിയ പ്രശ്നം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നമ്മളെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കൃത്യമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സ്വതന്ത്രമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു തോറ്റ ജനതയാവും. പിന്നെ ഈ കൂട്ടത്തിൽ എനിക്ക് ഈ ഇലക്ഷൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ CPMൻ്റെ നല്ല CPMമാരായ യഥാർത്ഥ സഖാക്കളായവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു തുടർഭരണം കൂടി വന്നു കഴിഞ്ഞാൽ CPM എന്നുള്ള പാർട്ടി നിങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവുകയില്ല. ഇനി ഞാനിത് പറയുമ്പോൾ അടുത്ത CPM വരും എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട. അപ്പോൾ ഈ CPM ഇനിയും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി തകരും നാട്ടിൽ. നിലവിൽ തന്നെ അത് ചില വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കയ്യിലാണെന്നുള്ള സത്യമാണ്. അതിന് ഉൾപ്പാട്ട് ജനാധിപത്യമൊന്നുമില്ല. അവർ പറയും, നമ്മൾ കേൾക്കുന്നുള്ളതാണ്. ഇലക്ഷന് മുന്നേ പല തീരുമാനങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിലൊക്കെ ഈ വിഷയം നമ്മൾ കണ്ട. അതിനെതിർത്ത് പലരും പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് പ്രതികരിക്കാൻ പോകില്ല, കാരണം ഇന്നോവ തിരിയും. അതിനൊരു പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതാണ് CPM ഇനി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് തകർന്ന് തരിപ്പണമാകും. CPM പൂർണ്ണമായി തകരണമെന്ന അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ CPMന് പ്രാധാന്യമുണ്ട്. ചെറിയ അളവിലെങ്കിലും അതിൽ വാക്കുണ്ടാവണം. ഫാസിസ്റ്റ് സ്വഭാവവും പല സ്ഥലത്തും പാർട്ടിഗ്രാമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ അളവിലെങ്കിലും അത് നിലനിൽക്കണം. പ്രതിപക്ഷ സ്ഥാനത്ത് കൃത്യമായി നിലനിൽക്കണം എന്ന അഭിപ്രായമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തകർന്ന് ഇല്ലാതാവും. ബംഗാളിലപ്പുറം ദുരന്തം ഇവിടെ സംഭവിക്കുന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. പിന്നെ ഈ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഇടയിൽ ഈ നമ്മുടെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുകയും അത് പല സ്ഥലത്തും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വർക്കല്ല, പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് സംവിധാനങ്ങൾ, അന്ന് കൊണ്ടുവന്ന പ്ലാനിങ്ങുകൾ ഇല്ലാതാക്കുന്ന ഒരു ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വലിയ പ്രൊജക്റ്റുകൾ ഒന്നും തന്നെ പറയാൻ ഇല്ല എന്നുള്ളതാണ്. പിന്നൊരു കാര്യം, അടിസ്ഥാനപരമായ മേഖലയിലുള്ള ചിലവുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒന്ന് വീട് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ, കോടതിയിലെ ഫീസ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെറിയ അളവിലല്ല വലിയ അളവിൽ വർധനവ്. 950 ഉണ്ടായിരുന്ന വീട് നിർമ്മാണത്തിനുള്ള തുക 22,000 പോകാന്നുള്ളൊരു അവസ്ഥ ഉണ്ടായി. പിന്നെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രീകരണമാണ്. ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോവുക. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ അധികാര പരിധി കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം.
രണ്ടാമത്തത്, ഈ സർക്കാർ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ചെയ്തതെന്താ വെച്ചാൽ റൂൾസ് ഓഫ് ബിസിനസ് തിരുത്തിയിട്ട് മന്ത്രിമാരുടെയൊക്കെ വകുപ്പുകളിൽ ഈ മുഖ്യമന്ത്രിക്ക് ഓവർ ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഭരണം സുഗമമാക്കാനെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് കൃത്യമായി നോക്കിയാൽ മനസ്സിലാവും. മന്ത്രി പോലും അറിയാണ്ട് ആ വകുപ്പുകളിലൊക്കെ ഇടപെടാനുള്ള ഒരു സാഹചര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റൊന്ന്, സുതാര്യമായിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ക്യാമറ 24 മണിക്കൂർ ജനങ്ങൾക്ക് കാണാമായിരുന്നു ഓഫീസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്, കേൾക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു സംവിധാനം ഈ മുഖ്യമന്ത്രി വന്ന ഉടനെ എടുത്തു മാറ്റി എന്നുള്ളത് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. എനിവേ, പിന്നെ ഈ CPM സർക്കാർ എപ്പോഴും 10 വർഷം പിറകിലേക്ക് നമ്മളെ നാടിനെ നയിച്ചു എന്നത് എനിക്ക് പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് സീപ്ലെയിൻ എന്നൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുണ്ടായി. അത് ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണെന്ന് തോന്നുന്നു. വേമ്പനാട്ട് കായലിലെങ്ങാനും ഈ സീപ്ലെയിൻ കൊണ്ടുവന്ന് ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാവുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഇത് വന്ന് ഇറക്കിയ സമയത്ത് CITUവിൻ്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ സംഘടിപ്പിച്ച് അതായത് മത്സ്യങ്ങൾ ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത് ആ പരിപാടി നിർത്തിച്ചു. അതേ പദ്ധതി 8-9 വർഷങ്ങൾക്ക് ശേഷം, കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും PA മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രി ആയിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യണ്ടായി. 8 വർഷം നമ്മളെ നാടിന് നഷ്ടപ്പെട്ടോ. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള സർവ്വകലാശാലകൾ ശക്തമായി എതിർക്കുകയും സമരം ചെയ്തത് നിർത്തിച്ച പരിപാടി ഇപ്പോൾ വീണ്ടും കൊണ്ടുവരികയാണ്. നമ്മളെ നാടിന് 10 വർഷം നഷ്ടപ്പെട്ടോ. ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ. എമർജിങ് കേരള എന്ന പേരിൽ കേരളത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറം കൊണ്ടുവന്നിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടിയാണ് വ്യവസായ വകുപ്പ് മന്ത്രി എന്ന് തോന്നുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വീകരിച്ചിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രോജക്റ്റിനെ ശക്തമായി എതിർക്കുകയും അതിൻ്റെ എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഇതേ LDF ഭരണത്തിലെത്തിയതിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം പ്രവാസി കേരള സഭ എന്ന് പറഞ്ഞാൽ അതുപോലെ അത് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാക്കാത്തൊരു സംവിധാനവും ഒരുപാട് പൈസ ചെലവും കൊണ്ടുവരുന്ന സിസ്റ്റം നമ്മൾ കാണുന്നുണ്ടായി. അതുപോലെ ദുരന്തങ്ങളിൽ നിന്നും മുതലെടുപ്പ് നടത്തി മുന്നോട്ട് പോയൊരു സർക്കാർ എന്ന് വേണമെങ്കിൽ ഈ സർക്കാർ നമുക്ക് വിലയിരുത്താം. പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഭരണത്തുടർച്ച കിട്ടിയെന്നുള്ളത്. കോവിഡും പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്ന് 2-3 കിറ്റ് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ചിന്തിക്കാനുള്ളൊരു സമയവും ആലോചിക്കാനുള്ള സമയം പോലും കൊടുക്കാതുള്ളൊരു ഇലക്ഷനായിരുന്നു ഇതിൻ്റെ മുമ്പ് നടന്ന ഇലക്ഷൻ എന്നുള്ളത്. അത് വലിയൊരു ഫാക്റ്റാണ് അതിൽ. അതുപോലെ ഇപ്പോൾ നമ്മളെ വയനാട്ടിൽ സർക്കാർ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ കണക്കിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിക്ക് അതിൻ്റെ കരാറ് കൊടുത്തത് ടെൻഡർ ഇല്ലാതെയാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിന് കൃത്യമായൊരു വിശദീകരണം ആരും ഇതുവരെ കൊടുത്തിട്ടില്ല. 750 കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ട്, ടാക്സ് പോലും അല്ല, ഇതിനു വേണ്ടി മാത്രം പിരിച്ചിട്ട് ഇത്രയും ഇപ്പോൾ 1.5 വർഷങ്ങാനായി ആ ഒരു സംഭവം നടന്നിട്ട് ഇതുവരെ അവിടെയുള്ള ആളുകളെ അക്കമഡേറ്റ് ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പരാജയം തന്നെയാണ്. ഇതാരും ചർച്ച ചെയ്യുന്നത് കൃത്യമായിട്ടും ഇത് നോട്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. നമ്മുടെ സർക്കാരിൻ്റെ പരാജയമാണ്. കാരണം അതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവിടെ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ളതും എൻ്റെ അഭിപ്രായത്തിൽ ഒരു സർക്കാരിൻ്റെ വീഴ്ചയായിട്ട് അല്ലെങ്കിൽ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും കാലം ടാക്സ് അടിച്ച ഒരു ജനങ്ങളുടെ വീടും വസ്തുവകകളും ഒരൊറ്റ മയക്ക് ഒലിച്ചു പോകുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും സർക്കാരിന്. പാട്ടപ്പിരിവ് നടത്താനുള്ള അർഹത പോലും സർക്കാരിനില്ല ശരിക്കും. എന്നിട്ട് പോലും അത്രയും ടാക്സ് പിരിച്ച ആളുകളാണ് നഷ്ടം വന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് പോലും ജനങ്ങൾ, കേരളത്തിലെയും പുറത്തുള്ള മലയാളികളും അല്ലാത്തവരും വാരിക്കോരി കൊടുത്തു. എന്നിട്ട് പോലും ഇതുവരെ അക്കമഡേറ്റ് ചെയ്യാൻ ഈ സർക്കാരിന് പറ്റിയില്ല. 10 വർഷം കൊണ്ട് എന്ത് ചെയ്ത്, കടം, കേരളത്തിൻ്റെ പൊതുകടം കൂടിക്കൂടി ഇത്രയും കാലം ഉള്ളതിൽ നിന്നും എത്രയോ മേലെ എത്തി. ഈ കടം കുറയ്ക്കാനോ അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാനോ എന്ത് നടപടികളാണ് ഈ സർക്കാർ കൈക്കൊണ്ടതെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു സർക്കാരിന് വരുമാനം കൂട്ടാൻ വ്യവസായവൽക്കരണം കൊണ്ടുവരാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നുണ്ട്. കേന്ദ്രം തന്നില്ലെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോയ VT തോമസ്, എന്താ അയാളെ പേര് കറക്റ്റ് എനിക്കറിയില്ല, അയാളെ നമ്മുടെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് റുപ്യ ഓരോ വർഷവും ചെലവ് ചെയ്തിട്ട് പ്രത്യേക പ്രതിനിധി എന്ന് പറഞ്ഞ് ഡൽഹിയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ? അവരെ കൊണ്ട് എന്ത് നേട്ടം? അവരുടെ പ്രോഗ്രസ് എന്താണ്? ആ ഒരു പുതിയ തസ്തിക കൊണ്ട് കേരളത്തിനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നും അറിയില്ല. എന്നിട്ട് കേന്ദ്രം തന്നില്ലെങ്കിൽ അവിടെ പോയി ഇരിക്കണം. മന്ത്രിമാർ പോകണം, MLA പോകണം, MP മാർ പറയുന്ന പോലൊക്കെ പറയുന്നുണ്ട്. ഇനി പറഞ്ഞില്ല എന്ന് എടുക്കുക, മന്ത്രിമാർക്ക് MLA മാർക്ക് ഒരു പ്രതിഷേധമെങ്കിലും നടത്തുന്നില്ലല്ലോ. ഇത് പറയുന്നേ ഉള്ളൂ, കേന്ദ്രം തരുന്നില്ല. എനിവേ, കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒക്കെ ചെമ്മായിമാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാടിന് വല്ലാതെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ചുറ്റും നിന്നുള്ള മാനിപ്പുലേഷനും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് സ്വതന്ത്രമായി ചിന്തിച്ചിട്ട് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോവാന്നാണ് എനിക്ക് പറയാനുള്ളത്.